തൃശൂരിൽ നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചിട്ട സംഭവത്തിൽ ഭവിനെ ആമ്പല്ലൂരിലെ വീട്ടിലെത്തിച്ചു. കുട്ടിയെ മറവ് ചെയ്ത വീടിന് പിൻഭാഗത്തുള്ള തോട്ടിൽ ഫോറൻസിക് സംഘം പരിശോധിക്കുന്നു. തോട്ടിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് വെല്ലുവിളിയാകുന്നു. വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പം ചേരുന്നു. സാനു, തെളിവെടുപ്പാണോ? തൃശൂരിൽ നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചിട്ട സംഭവത്തിൽ ഭവിനെ ആമ്പല്ലൂരിലെ വീട്ടിലെത്തിച്ചു. വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പം ചേരും. സാനു, പറയൂ. അപ്പോൾ ആ തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം, അതായത് കഴിഞ്ഞ ദിവസം അനീഷേനെയും ഭവിനെയും അവരവരുടെ വീടുകളിൽ പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നത്. തുടർന്ന് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള, അതായത് എവിടെയാണ് കുട്ടികളെ സംസ്കരിച്ചതെന്നടക്കമുള്ള, അതായത് മറവ് ചെയ്തതെന്നടക്കമുള്ള വിവരങ്ങൾ പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു. ഇന്ന് രാവിലെയും ആ പ്രദേശങ്ങളിൽ, അതായത് പ്രതികൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളവർ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ രാവിലെ വന്ന് അതായത് ഈ കുട്ടികളെ മറവ് ചെയ്ത പ്രദേശങ്ങളിൽ കുഴിയെടുത്ത് പരിശോധിക്കുകയായിരുന്നു. അനീഷയുടെ വീട്ടിൽ ഒരടിയോളം കുഴിച്ചപ്പോൾ തന്നെ കുട്ടികൾ, ഈ കുഞ്ഞുങ്ങളുടെ നവജാത ശിശുക്കളുടെ തോന്നിക്കുന്ന തരത്തിലുള്ള യുടെ കഷണങ്ങളടക്കം അവിടെ നിന്ന് കിട്ടിയിരുന്നു. തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷമാണ് ഭവിന്റെ വീട്ടിലേക്ക് എത്തിയത്. ഭവിന്റെ വീട്ടിലെ തെളിവെടുപ്പ്, അതായത് ഭവിന്റെ വീടിനോട് ചേർന്നുള്ള തോട്ടിലാണ് ഈ രണ്ടാമത്തെ കുട്ടി, അതായത് 2024 ജനിച്ച കുട്ടിയുടെ മൃതശരീരം മറവ് ചെയ്ത് ആ പ്രദേശത്ത് അവരവിടെ തെളിവെടുപ്പ് നടത്തി. അതായത് 1.5 അടിയോളം ആ കുഴിയെടുത്തവർ, അല്ലെ പരിശോധന നടത്തിയവർ പറഞ്ഞത് 1.5 അടിയോളം കുഴിച്ചതിന് ശേഷമാണ് ഈ അസ്ഥിയുടെ കഷ്ണങ്ങൾ, അതായത് 2 കഷ്ണം കിട്ടിയെന്നാണ് അല്പം മുമ്പ് ഡിവൈഎസ്പി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് മനുഷ്യൻ്റേതെന്ന് അല്ലെങ്കിൽ ആ തോന്നിക്കുന്ന തരത്തിലുള്ള അസ്ഥികളാണ് കിട്ടിയിട്ടുള്ളത്. അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തണമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ ഇവരെ ഇന്ന് ഇരിങ്ങാലക്കുട കോടതിയിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഹാജരാക്കുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. ഈ പരിശോധന, തെളിവ് ശേഖരണമൊക്കെ വലിയ വെല്ലുവിളിയാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതിനകത്ത് പോലീസിന്റെ കൈവശമുള്ള അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ കൈവശമുള്ളത് ഏതാനും അസ്ഥികളുടെ തെളിവുകളായിട്ടുള്ള ഈ അസ്ഥി കഷ്ണങ്ങൾ മാത്രമാണ്. ഇത് ഈ കുട്ടികളുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിലേക്ക് തെളിവുകളാകുമോ എന്നുള്ള ഒരു ആശങ്കയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. അതായത് അസ്ഥികൾ ഇരിക്കുമ്പോൾ അത് എങ്ങനെ മരണപ്പെട്ടു എന്നതിലേക്കുള്ള ഒരു അന്വേഷണം എത്താനായിട്ട് സാധിക്കില്ല. DNA പരിശോധനകളടക്കം നടത്താമെങ്കിലും എങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ മരണം സംഭവിച്ചു, അല്ലെ കൊലപ്പെടുത്തിയതാണോ എന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള അന്വേഷണം എത്താനായിട്ട് വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ഈ ഭവിന്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോൺ പിന്നീട് നശിപ്പിക്കപ്പെട്ടു. ഈ ഫോണിൽ ഈ കുട്ടി ജനിക്കുന്ന സമയത്തുള്ള ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും അടക്കമുണ്ടായിരുന്നു. ആ ഫോൺ പിന്നീട് ഭവിൻ നശിപ്പിച്ചു എന്നാണ്, അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ ഫോൺ കണ്ടെത്തി അതിലുള്ള ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അത്തരത്തിൽ ആ ദൃശ്യങ്ങളടക്കം വീണ്ടെടുത്തു കഴിഞ്ഞാൽ ഈ കേസിലേക്ക് ഇവർ എങ്ങനെയാണ് ഈ കുട്ടികളെ വകവരുത്തിയത് അല്ലെങ്കിൽ കൊലപ്പെടുത്തിയത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് സുഗമമായി എത്താൻ സാധിക്കും എന്നാണ് ഈ ഡിവൈഎസ്പി അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ ആ കളഞ്ഞു പോയ, അല്ലെ നശിപ്പിക്കപ്പെട്ട ഫോണിൽ നിന്നും ആ ദൃശ്യങ്ങൾ എടുക്കുന്നതിന്, അല്ലെ അത് തിരിച്ച് എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലും അന്വേഷണം നടക്കുന്നത്. നിലവിൽ ഇവർ രണ്ടുപേരുമാണ് പ്രതികളെങ്കിലും ഇവർക്ക് പുറത്തുനിന്നൊരു സഹായം കിട്ടാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. അതായത് ഇപ്പോഴും ദുരൂഹമാണ് കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഈ നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ അന്വേഷണ സംഘത്തിന്റെ കയ്യിലുള്ളത് ഈ അസ്ഥിയുടെ കഷ്ണങ്ങൾ മാത്രമാണ്. ഇതിൽ നിന്ന് എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഇതിൽ DNA പരിശോധന നടത്തി കുട്ടി ആരുടേതാണെന്ന് കണ്ടെത്തുന്നതിനപ്പുറം അതിനപ്പുറത്തേക്ക് എത്രത്തോളം പോലീസിന് നീങ്ങാൻ സാധിക്കും, അന്വേഷണ സംഘത്തിന് നീങ്ങാൻ സാധിക്കുമെന്നുള്ളതൊക്കെ വെല്ലുവിളിയായി നിൽക്കുകയാണ്. കുട്ടികളെ ഈ കുട്ടി ജനിച്ചപ്പോഴുള്ള ദൃശ്യങ്ങളും ചിത്രങ്ങളും അടക്കം ഭവിന്റെ കൈവശം, അതായത് ഈ കുട്ടി ജനിച്ച സമയത്ത് അനീഷ എടുത്ത് നൽകിയ ചിത്രങ്ങളും വീഡിയോകളും അടക്കം ഭവിനാണ് അയച്ചു നൽകിയിട്ടുള്ളത്. ആ ദൃശ്യങ്ങൾ വീണ്ടെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്ന് ഈ ലഭിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം മറ്റ് നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും പുറത്തുനിന്ന് ഒരു സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ശരി, തൃശ്ശൂരിൽ നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചിട്ട സംഭവത്തിൽ ഭവിനെ ആമ്പല്ലൂരിലെ വീട്ടിൽ എത്തിച്ചു. കുട്ടിയെ മറവ് ചെയ്ത വീടിന് പിൻഭാഗത്തുള്ള തോട്ടിൽ ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധനയാണ്. പക്ഷേ അവിടെ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് വെല്ലുവിളിയാകുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്.